السلام عليكم ورحمة الله. الإمام അബ്ദുല്ലാഹി ബിൻ അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആദാബു സുലൂക്കിൽ മുരീദ് എന്ന കിതാബ് ക്ലാസ് 1. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الذي يقذف إذا شاء في قلوب المريدين لوعة الإرادة. الحمد لله. എല്ലാ സ്തുതികളും അല്ലാഹു തആലാക്കാണ്. അല്ലദീ യഖ്ദിഫു, അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹുവാണ്. യഖ്ദിഫു ഇദാ ഷാഅ ഫീ ഖുലൂബിൽ മുരീദീൻ, അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ മുരീദിൻ്റെ ഹൃദയത്തിൽ അവൻ ഇട്ടുകൊടുക്കുന്നതാണ് ലൗഅത്തൽ ഇറാദ. അള്ളാഹു തആലയിലേക്ക് അടുക്കാൻ, അള്ളാഹു തആലാൻ്റെ റിള ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ഒരു പ്രേരണയും അതിനോടുള്ള താല്പര്യവും അവൻ്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇദാ ഷാഅ എന്നാണ് പറഞ്ഞത്. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കും. ഫീ ഖുലൂബിൽ മുരീദീന, മുരീദീങ്ങൾ അള്ളാഹു തആലാനെ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അൽ മുരീദീന വജ്ഹല്ലാഹി, അള്ളാഹു തആലാൻ്റെ പ്രീതി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഇട്ട് കൊടുക്കുന്നതാണ്. അത് അള്ളാഹു തആലാൻ്റെ ഔദാര്യമാണ്. ഒരാൾക്കും ഇങ്ങനെ അള്ളാഹു തആലാൻ്റെ സാമീപ്യം നൽകുക എന്നത് അള്ളാഹു തആലാക്ക് നിർബന്ധ ബാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സന്തോഷവും ഒരു മാനസികമായ സംതൃപ്തിയും നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു അവൻ്റെ ഔദാര്യമായിട്ട് നമുക്ക് നൽകിയതാണ്. അള്ളാഹു തആലയിലേക്ക് അടുക്കണമെന്നും അതുപോലെ തന്നെ അവൻ്റെ മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കണമെന്നും അള്ളാഹു തആലാൻ്റെ വജ്ഹിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ നമുക്ക് താല്പര്യം തോന്നുന്നുവെങ്കിൽ അത് അള്ളാഹു അവൻ്റെ ഔദാര്യമായി അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് നൽകുന്ന റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. അപ്പോൾ അതിന് എത്ര ശുക്ർ ചെയ്താലും മതിയാകുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ലൗഅത്തുൽ ഇറാദ, അള്ളാഹു തആലയിലേക്ക് അടുക്കണം, അള്ളാഹു തആലാൻ്റെ വജ്ഹ് പ്രീതി ലഭിക്കണം എന്നുള്ള ആ ഒരു പ്രത്യേകമായ ഒരു മഹബത്ത്, ആ ഒരു പ്രത്യേകമായ ഒരു താല്പര്യം, അതിനോടുള്ള ഒരു സ്നേഹം, ആ വഴിയിൽ സഞ്ചരിക്കാനുള്ള ഒരു സ്നേഹം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾക്ക് ലഭിച്ചാൽ ഫയുസ്ഇജുഹും ഇലാ സുലൂക്കി സബീലിസ് സആദ. ഫയുസ്ഇജുഹും, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ വിജയത്തിൻ്റെ വഴിയിലേക്ക് ഇളക്കി വിടുന്നതാണ്. ഇസ്ആജി എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് പ്രത്യേകം താല്പര്യം വെച്ച് ആ മാർഗത്തിലേക്ക് പോകുന്നതിനാണ് പറയാം. അത് വെറുതെ അങ്ങോട്ട് ചെല്ലല്ല, അങ്ങോട്ട് താല്പര്യപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ആജിൻ്റെ മഅന ശരിയാകുന്നത്. അപ്പോൾ ഒരു പ്രത്യേക താല്പര്യത്തോടുകൂടെ നമ്മൾ ആ ഭാഗത്തേക്ക് അങ്ങ് പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഅത്തുൽ ഇറാദ നമുക്ക് തന്നു കഴിഞ്ഞാൽ, അല്ലത്തി, എങ്ങനെയുള്ള സബീലു സആദയാണ്, വിജയത്തിൻ്റെ മാർഗമാണ്, ഹിയൽ ഈമാനു വൽ ഇബാദ, അത് അള്ളാഹു തആലയിൽ അചഞ്ചലമായ വിശ്വാസവും അതുപോലെ തന്നെ അവന് ഇബാദത്ത് ചെയ്യലുമാണ്. അതുപോലെ തന്നെ വ മഹ്വു കുല്ലി റസ്മിൻ വഅദ, എല്ലാ അടയാളങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഓരോരോ പതിവുകളുണ്ടാകും, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ശരീരത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ അതും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റു എല്ലാ വസ്തുക്കളോടുമുള്ള താല്പര്യവും മാച്ച് കളയുക, അതിനൊക്കെ നീക്കിക്കളയുക. അതാണ് വ മഹ്വു കുല്ലി റസ്മിൻ വഅദ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എത്രത്തോളം മറ്റു വസ്തുക്കളുമായിട്ടുള്ള താല്പര്യങ്ങൾ, ആ അടയാളങ്ങളൊക്കെ മായ്ച്ചു കളയുന്നോ, അതിനനുസരിച്ചുകൊണ്ട് യജമാനനായ റബ്ബിലേക്ക് നമുക്കടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആദത്തുകൾ ഉണ്ടാകും. ആ ആദത്തുകൾ നമ്മൾ ആ ആദത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാതെ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. അങ്ങനെയാകുമ്പോഴാണ് സബീലു സആദയിലേക്ക്, വിജയമാർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്.
വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ സയ്യിദി അഹ്ലി സിയാദ. നേതൃത്വമൊക്കെ കിട്ടിയ ആളുകളുടെ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അല്ലാഹു തആലാന്റെ സ്വലാത്ത് സലാമുകൾ ഉണ്ടാകട്ടെ. വഅലാ ആലിഹി വസ്വഹ്ബിഹി അസ്സാദത്തിൽ ഖാദ, നേതാക്കന്മാരായ സയ്യിദന്മാരായ അവിടുത്തെ കുടുംബം, അതുപോലെ തന്നെ സ്വഹാബത്ത്, നമ്മളെയൊക്കെ നേർവഴിയിൽ നയിക്കേണ്ട ആളുകളാണ്. അവരുടെ മേലിലും അല്ലാഹു തആലാന്റെ സ്വലാത്ത് സലാമുകൾ ഉണ്ടാകട്ടെ. അമ്മാ ബഅദ്. ഇനി മഹാനവറുകൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഫഖദ് ഖാല അല്ലാഹു തആല വഹുവ അസ്തഖുൽ ഖായിലീൻ. നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ. മൻ കാന യുരീദുൽ ആജിലത, മൻ ഒരുത്തൻ, കാന യുരീദുൽ ആജില, ഒരാൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ആ പ്രവർത്തനങ്ങളെ കൊണ്ട് അവൻ ദുനിയാവിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അജ്ജൽനാലുഹു, ആ ദുനിയാവ് നമ്മൾ അവനക്ക് പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുന്നതാണ്. അജ്ജൽനാലുഹു ഫീഹ, ആ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ അവന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. എങ്ങനെ? മാനഷാഉ, നമ്മൾ ഉദ്ദേശിച്ചത്, ലിമൻ നുരീദു, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് ഒരാൾ ദുനിയാവിനെയാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അത് കിട്ടിക്കോളണമെന്നില്ല. അത് കിട്ടണമെങ്കിൽ എന്താകണം? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് അല്ലാഹു തആല നമുക്ക് നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ ഒരു പക്ഷേ ദുനിയാവിൽ അത് കിട്ടിയെന്ന് വന്നേക്കാം. അപ്പോൾ ഏതായാലും ഐഹികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുകയോ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഒരു പക്ഷേ അള്ളാഹു അത് നമുക്ക് നൽകിയാൽ അതിൻ്റെ പ്രതിഫലം മുഴുവനും ദുനിയാവിൽ അത് അവസാനിച്ചു. ഇനി അള്ളാഹു തആല നമുക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലോ അത് ദുനിയാവിൽ നിന്നും നമുക്ക് ലഭിക്കില്ല, ആഖിറത്തിൽ ഏതായാലും ലഭിക്കുകയില്ല. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. നമ്മളത് ദുനിയാവിൽ അവൻ കൊടുക്കുന്നത് ആർക്കാണ്? ലിമൻ നുരീദു, നമ്മൾ ഉദ്ദേശിച്ച ആളുകൾക്ക്. ഏതാ കൊടുക്കുന്നത്? മാനഷാഉ, നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു പക്ഷേ അവൻ ഉദ്ദേശിച്ചത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവൻ ഉദ്ദേശിച്ചത് തന്നെ കിട്ടണമെങ്കിൽ അവൻ ഉദ്ദേശിച്ചത് കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിക്കണം. അത് തന്നെ ആരാണോ ചോദിച്ചത് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കണം. ഇത് രണ്ടുമുണ്ടായാലാണ് ദുനിയാവ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് കിട്ടുകയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ദുനിയാവിന് വേണ്ടി ഒരാൾ ഇബാദത്ത് ചെയ്താൽ അവന് ദുനിയാവിൽ നിന്നും അത് കിട്ടിക്കൊള്ളണമെന്നില്ല, ആഖിറത്തിൽ ഏതായാലും അത് അവനിക്ക് ലഭിക്കുകയില്ല. എന്നാൽ പിന്നീട് സംഭവിക്കുന്നതെന്ന എന്താ? സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ. സുമ്മ ജഅൽനാ ലഹു ജഹന്നമ, പിന്നെ പാരത്രിക ലോകത്ത് ചെല്ലുന്ന സമയത്ത് അവന് നമ്മൾ അവിടെ സംവിധാനിച്ചിരിക്കുന്നത് നരകമാണ്, ജഹന്നമാണ്. യസ്ലാഹ, ആ നരകത്തിൽ അവൻ പ്രവേശിക്കുന്നതാണ്. അങ്ങനെ മദ്മൂമൻ, അവൻ ആക്ഷേപാർഹനായിരിക്കും. അതുപോലെ തന്നെ മദ്ഹൂറ, അവൻ അല്ലാഹു തആലാന്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റപ്പെട്ടവനുമായിരിക്കും. അപ്പോൾ ദുനിയാവ് ഉദ്ദേശിക്കുന്ന ആൾ പാരത്രിക ലോകം ഏതായാലും നഷ്ടപ്പെട്ടു. ദുനിയാവിലോ ഒരു പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് കിട്ടും, ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവനായി ജീവിക്കേണ്ടി വരും. എന്നാൽ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. വമൻ അറാദൽ ആഖിറ, ഒരാൾ തൻ്റെ ഇബാദത്ത് കൊണ്ട്, തൻ്റെ ജീവിതം കൊണ്ട് ആഖിറത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആഖിറത്തിനെ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം പോരാ, വസഅ ലഹാ, എന്നിട്ട് ആഖിറത്തിന് വേണ്ടി അവൻ അധ്വാനിക്കണം. അതായത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആകരുത് അവൻ്റെ ഇബാദത്തുകൾ. വസഅ ലഹാ, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. സഅയഹ, ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന പ്രവർത്തനങ്ങൾ, ആഖിറത്തിലേക്ക് പറ്റുന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു. അതും എങ്ങനെയായിരിക്കണം? വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനായിക്കൊണ്ട്. അപ്പോൾ ഈ മൂന്ന് വിശേഷണങ്ങളും ഒരാളിലുണ്ടായാൽ, അതായത് ദുനിയാവിനെ ആഗ്രഹിക്കണം, അഫ്വൻ ആഖിറത്തിനെ ഉദ്ദേശിക്കണം, ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്യണം, അതും എന്തായിരിക്കണം? യഥാർത്ഥ വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും ഒരാളിൽ മേളിച്ചാൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അത്തരം ആളുകളുടെ അധ്വാനം
അവരുടെ ഇബാദത്തുകളൊക്കെ മഷ്കൂറ, അതൊക്കെ അല്ലാഹു തആലാന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. കാരണം അല്ലാഹു തആലാന്റെ അടുക്കൽ ശുക്ർ ചെയ്യപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ, അല്ലാഹു തആലാന്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ ഹുവ സവാബു അല ത്വാഅതി എന്നാണ്, സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നതാണ്. അപ്പോൾ നല്ല നിലക്ക് ഈ 3 നിബന്ധനകളും ഒത്തുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പാരത്രിക ലോകത്ത് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നത് ഉറപ്പാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആലാക്ക് അത് നൽകൽ നിർബന്ധമായതുകൊണ്ടല്ല, പക്ഷേ അല്ലാഹു തആല വാക്തത്വം വഅദ് നൽകിയത് കൊണ്ട് അല്ലാഹു അത് നൽകാതിരിക്കുകയില്ല. ആ വഅദിൻ്റെ ഭാഗത്തിലൂടെ അത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലാതെ അല്ലാഹു തആലാക്ക് നിർബന്ധമായതുകൊണ്ടല്ല. ഏതായാലും വൽ ആജില ഹിയ ദുനിയ, അവൽ ആജില, പിന്നെ നമ്മൾ ആയത്തിൽ പറഞ്ഞല്ലോ മൻകാന യുരീദുൽ ആജില എന്ന് പറഞ്ഞ ആജിലത്തിന് ഒരാൾ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ്, ഈ ആജിലത്ത് എന്ന് പറയുന്നത് ഹിയ ദുനിയ, അത് ദുനിയാവാണ്. അത് നമ്മൾ പറഞ്ഞു. ഫൈദാ കാനൽ മുരീദു ലഹാ ഫൈദാ കാനൽ മുരീദു ലഹാ ഫളലൻ അനി സാഇ ലിതാലിബിഹാ മസീറുഹു ഇലന്നാർ മഅൽ ലൗമി വസ്സിഗാർ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് തങ്ങൾ പറയാണ്, അപ്പോൾ ഒരാൾ ദുനിയാവിനെ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ നോക്കൂ ആയത്തിൽ പറഞ്ഞത് മൻകാന യുരീദുൽ ആജിലത്താണ്. ദുനിയാവിനെ ഒരാൾ ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശിച്ച ആൾക്കാണ് അത്രയും വലിയ ശിക്ഷ അല്ലാഹു തആല പറഞ്ഞത് എങ്കിൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് തങ്ങൾ പറയാണ്, വൈദാക്കാൻ മുരീദു ലഹ, അതിനെ ഉദ്ദേശിക്കുന്ന ആൾ ആയി, ഏത് ഫളലൻ അനി സായി ലി തൊലബിഹ, എന്നിട്ടല്ലേ അതിനു വേണ്ടി അധ്വാനിക്കുന്ന ആൾ, അധ്വാനിക്കുന്ന ദുനിയാവിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ആളല്ല, അതിനെ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ മസീറുഹു ഇലന്നാർ, അവൻ്റെ അവസാനം അവൻ എത്തിപ്പെടുന്നത് നരകത്തിലാണ്. മഅൽ ലൗമി വസ്സിഗാർ, അവൻ നിസാരനും ആക്ഷേപാർഹനുമായിട്ട് എങ്കിൽ ഫമാ അജ്ദറൽ ആഖില ബിൽ ഇറാളി അൻഹാ, അപ്പം അതിനേക്കാളും ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ എന്താണ് ഒരു മനുഷ്യന് ബുദ്ധിയുള്ള ആൾക്കുള്ളത്? ബിൽ ഇറാളി അൻഹ, ആ ദുനിയാവിനെ തൊട്ട് തിരിഞ്ഞു കളയണം. വൽ ഇഹ്തിറാസി മിൻഹ, അതിൽ നിന്നവൻ സുരക്ഷിതനാകണം എന്നതിന് പിന്നെ എന്ത് തെളിവാണ് വേണ്ടത്? അതിനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത്ര വലിയ ശിക്ഷ ലഭിക്കുമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തനം കൂടി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കാര്യം എടുക്കാനില്ലല്ലോ എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുമെന്ന് മഹാനവറുകൾ പറയുന്നു. എന്നാൽ വൽ ആഖിറത്തു ഹിയൽ ജന്ന, വമൻ അറാദൽ ആഖിറ എന്ന് പറഞ്ഞ വൽ ആഖിറത്തു ഹിയൽ ജന്ന, അത് സ്വർഗമാണ്. വലാ യക്ഫി ഫി ഹുസൂലിൽ ഫൗസി ബിഹാ, ആ സ്വർഗം കൊണ്ട് വിജയിക്കുക എന്നതിന് മതിയായതല്ല അൽ ഇറാദത്തു ഫഖത്ത്, വെറും ഉദ്ദേശം ഉണ്ടായാൽ പോരാ. ആഖിറം, എനിക്ക് ആഖിറത്തിൽ ഇങ്ങനെ വിജയിക്കണം, എനിക്ക് സ്വർഗം ലഭിക്കണം എന്നൊരു ഇറാദത്ത്, അവൻ്റെ ഉദ്ദേശം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ബൽ ഹിയ മഅൽ ഈമാനി വൽ അമലി സ്വാലിഹി, ആ ഉദ്ദേശത്തോടുകൂടെ അചഞ്ചലമായ വിശ്വാസം വേണം. വൽ അമലി സ്വാലിഹി, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും വേണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവനിക്ക് സ്വർഗം കൊണ്ട് വിജയമുണ്ടാകുന്നത്. അൽ മുഷാരി ഇലൈഹി ബി ഖൗലിഹി തആല, അതിലേക്കാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് വസഅലഹ സഅയഹ വഹുവ മുഅ്മിനുൻ. അപ്പോൾ ആഖിറത്തിനെ ഉദ്ദേശിച്ചു, ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്തു, അതും മുഅ്മിനായിട്ടാകണം എന്ന് അല്ലാഹു തആല പറഞ്ഞതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇതാണ്. അഥവാ ആഖിറത്തിനെ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമായില്ല, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം. എന്നാൽ വെറും അമല് കൊണ്ട് മാത്രമായില്ല, ആ അമലും ഇറാദത്തുമൊക്കെ ഈമാനോടുകൂടെയാകണം. അങ്ങനെ ആയാൽ പാരത്രിക ലോകത്ത് അവനിക്ക് വലിയ പ്രതീക്ഷയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.